ഇനി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസിന്റെ തൊട്ട് മുമ്പുള്ള ടൈം എടുത്ത് നോക്കിയാലും ഇതേ അവസ്ഥയാണ്. അതായത് കടം കിട്ടാൻ ഭയങ്കര എളുപ്പം. 1929 ഗ്രേറ്റ് ഡിപ്രഷന്റെ തൊട്ട് മുമ്പേ 100 രൂപക്ക് നമുക്ക് 900 രൂപയുടെ സ്റ്റോക്ക് മേടിക്കായിരുന്നു. അതായത് ബാങ്കിന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് 9 ഇരട്ടിയാക്കിയിട്ട് അതിന്റെ ലോണായിട്ട് തരും. നമുക്ക് 900 രൂപയ്ക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം. അതായത് ബാങ്കുകളുടെ മെത്തേഡ് ഇതേ സംഭവമായിരുന്നു. എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസിലും ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. 1929 സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കുകളിൽ മിഡിൽ ക്ലാസ് അമേരിക്കൻസ് സേവിങ്സിന് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ പറയുന്ന ആൾക്കാരും സ്റ്റോക്ക് ബ്രോക്കേഴ്സും അവരുടെ ഏജൻസിനെ നിർത്തും ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സേവിങ്സിൽ ഇടുന്നതിന് പകരം സ്റ്റോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും രൂപ കിട്ടും, അതും 9 ഇരട്ടി ലോണ് ബാങ്ക് തന്നെ തരും. പിന്നെ എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും 2 വർഷം കൊണ്ട് ക്ലർക്ക് ബിസിനസ് ഓണർ ആയ പരസ്യങ്ങൾ. പിന്നെ പെട്ടെന്ന് ലോൺ കിട്ടുക. ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡ് കിട്ടുക, പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി പറയുന്ന എലൈറ്റ് ഗ്രൂപ്പ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഒരു പരിപാടി നിർത്തൂല. നിങ്ങൾ മേടിച്ച 10 മേടിച്ച സാധനം നിങ്ങൾ 1 വിറ്റല്ലോ, ഈ പറയുന്ന എലൈറ്റ് ഗ്രൂപ്പ് ഈ 1 ഇത് വീണ്ടും എടുക്കും. എന്നിട്ട് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അവരെ ക്യാഷ് ഫ്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് വെറും 2 സെന്റൻസിൽ പറയാനാണെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കുന്നു, എന്നിട്ട് കടം കൊടുത്ത പൈസ രാത്രി അയാൾ അറിയാതെ കട്ടെടുക്കുന്നു, എന്നിട്ട് പിറ്റേ ദിവസം അയാളോട് തന്നെ കടം തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ ഡബിൾ ലാഭം. ഇതാണ് ഈ റിപ്പീറ്റഡ് പാറ്റേൺ. സോ ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പൊക്കെ ലോണുകൾ ഈസി ആവുന്നു, ക്രെഡിറ്റ് ആയിട്ട് പൈസ എപ്പൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങുന്നു, അപ്പൊ നമ്മൾ കോഷ്യസ് ആവണം. അതായത് ഇതിന്റെ ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ്പിൾ ചെയ്യരുത് എന്ന്. ഈ വാതുവെപ്പും കസിനോ ഒന്നും മാത്രമല്ല ഗാമ്പിൾ. ഈ പറയുന്ന സംഭവം ഒരു തരത്തിൽ ഗാമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു ഡയലോഗ് നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവില്ലേ? നമുക്കൊരു ബൈക്ക് മേടിക്കണമെങ്കിലോ കാർ മേടിക്കണമെങ്കിലോ ഒരു 2 വർഷം അത് മാറ്റി വെക്കുക, എന്നിട്ട് ആ പൈസ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ കാർ മേടിക്കുക എന്നുള്ളത് അത് ചിലവർക്ക് നടക്കും. കാരണം ടൈമിംഗ് കറക്റ്റ് ആവണം. ഈ ജയൻസ് വിൽക്കുന്നതിന് മുമ്പ് നമുക്ക് വിൽക്കാൻ പറ്റിയാൽ അത് ലാഭമാവും. പൈസ വരുന്നത് ആരെങ്കിലും പുറത്ത് പറയാറുണ്ടോ? ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ഒരു സമയത്ത് നന്നായിട്ട് പൈസ തന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല. കിട്ടുന്നവരൊക്കെ അത് മേടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവരെ മോണറ്റൈസേഷൻ കുറഞ്ഞ സമയത്താണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞ മാസം 10 ലക്ഷം രൂപ ഉണ്ടാക്കി, നിങ്ങൾക്കും അതുപോലെ ഉണ്ടാക്കണോ എങ്കിൽ എന്റെ കോഴ്സിന് ചേരുമെന്ന് പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് നമ്മൾ കാണും. കാരണം അവരെ ലക്ഷ്യം നമ്മൾ കോഴ്സിന് കൊടുക്കുന്ന ആ പൈസയാണ്. ആക്ച്വലി ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവന് ഈ പറയുന്ന വെബിനാറിന്റെ പൈസ ആവശ്യമുണ്ടോ? ഈ മാസം 10 ലക്ഷം ഉണ്ടാക്കി അങ്ങോട്ട് പോയാൽ പോരെ. സോ എപ്പൊക്കെ ആൾക്കാർ അവരുടെ വെൽത്ത് ഫ്ലോണ്ട് ചെയ്യുന്നോ അത് ശരിക്കും ക്യാൻവാസിംഗ് ആണ്. നമ്മളിൽ ആരൊക്കെ മാസാവസാനം സാലറി വരുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇടാറില്ലല്ലോ. അപ്പൊ ആരെങ്കിലും വെൽത്ത് ഫ്ലോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ആവണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ക്യാൻവാസിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നൗ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഈ എപ്സ്റ്റീൻ മെയിൽസിൽ നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ബഫൂൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സെല് ചെയ്യുന്ന ഈ ഡ്രീം ഉണ്ടല്ലോ, റാക്സ് ടു റിച്ചസ്, 0 കോടീശ്വരനിലേക്ക്, അത് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറക്കുന്ന ഒരു നെറേറ്റീവ് മാത്രമാണത്. സോ ഈ തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഈ പറയുന്ന മാർക്കറ്റിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും മിഡിൽ ക്ലാസ് ആയിട്ടുള്ളതും ഈ പറയുന്ന 13 ബ്ലഡ് ലൈൻസ് സെഞ്ചുറികളായിട്ട് ടോപ്പ് 1% ഇരിക്കുന്നതും. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്ലാക്ക് ഐ ക്ലബ്ബുകളെ കുറിച്ചാണ്. അത് ഞാൻ അടുത്ത റീലായിട്ട് ഇടാം.